ലോകത്തെ ഏറ്റവും ശക്തമായ ചാരസംഘടനയായാണ് ഇന്ന് ഇസ്രായേലിൻ്റെ മൊസാദിനെ കണക്കാക്കുന്നത്. 75 വർഷത്തിലധികമായ മൊസാദിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സമർത്ഥനായ ചാരൻ ആരാണ്? 1965 തൂക്കിലേറ്റപ്പെട്ട ഒരാളുടെ അവശിഷ്ടങ്ങൾക്കായി ഇന്നും ഇസ്രായേൽ ശ്രമം തുടരുന്നുവെന്ന് അറിയുമ്പോഴാണ് അയാളുടെ പ്രസക്തി മനസ്സിലാവുക. ആ മനുഷ്യൻ്റെ പേര് പതിറ്റാണ്ടുകൾക്ക് ശേഷവും ആരാധനയോടെ ഇസ്രായേലികൾ മക്കൾക്ക് നൽകുന്നതിന് പിന്നിൽ അതിസാഹസികത നിറഞ്ഞ ഒരു ജീവിതമുണ്ട്. ജൂതജനതയെ ഇന്നും ത്രസിപ്പിക്കുന്നതാണ് ആ ജീവിതകഥ. എലി കോഹൻ, മൊസാദിൻ്റെ എക്കാലത്തെയും സൂപ്പർ സ്പൈ. ചാരവൃത്തി നടത്താൻ നിയോഗിക്കപ്പെട്ട സിറിയയിലെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് പോലും ഒരിക്കൽ എലി കോഹൻ പരിഗണിക്കപ്പെട്ടിരുന്നു. ആദ്യം മൊസാദ് അപേക്ഷ തള്ളിക്കളഞ്ഞ എലി കോഹൻ പിന്നീട് എങ്ങനെയാണ് അവരുടെ ഏറ്റവും സമർത്ഥനായ ചാരനായത്? ഇസ്രായേലുകാർ ഇപ്പോഴും ആരാധിക്കുന്ന തരത്തിലേക്ക് അയാൾ വളർന്നത് എങ്ങനെയാണ്? (1924) ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ഒരു സിറിയൻ ജൂത കുടുംബത്തിലാണ് എലിയഹൂ ബെൻ ഷോൾ കോഹൻ എന്ന എലി കോഹൻ്റെ ജനനം. കെയ്റോ സർവകലാശാലയിൽ ഉന്നത പഠനത്തിന് ചേർന്ന കാലത്താണ് കോഹൻ സയനിസ്റ്റ് ആശയങ്ങളിൽ കൂടുതൽ ആകൃഷ്ടനായത്. തുടർന്ന് ഇസ്രായേലിൻ്റെ രഹസ്യ പോലീസ് സംഘത്തിൻ്റെ ഈജിപ്തിലെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. 1949 മാതാപിതാക്കളും 3 സഹോദരന്മാരും ഇസ്രായേലിലേക്ക് താമസം മാറിയെങ്കിലും ഇലക്ട്രോണിക്സ് ബിരുദപഠനം പൂർത്തീകരിക്കാനായി കോഹൻ ഈജിപ്തിൽ തുടർന്നു. 1952 ഈജിപ്തിൽ അധികാരത്തിലെത്തിയ പുതിയ ഭരണകൂടത്തിന് കോഹൻ്റെ പ്രവർത്തനങ്ങളിൽ സംശയം തോന്നുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ അവർക്ക് കാര്യമായ തെളിവുകൾ ലഭിച്ചില്ല. 1956 കോഹനെ ഈജിപ്തിൽ നിന്ന് നാട് കടത്തി. 1957 തുടക്കത്തിൽ ഇസ്രായേൽ എത്തിയ കോഹനെ അവർ ഡിഫൻസ് ഫോഴ്സ് മിലിറ്ററി ഇന്റലിജൻസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. അറബി, ഹീബ്രു, ഫ്രഞ്ച് ഭാഷകൾ വശമുണ്ടായിരുന്ന കോഹൻ്റെ പ്രധാന ജോലി പരിഭാഷയായിരുന്നു. ഈ ജോലിയിൽ മടുപ്പായതോടെ കോഹൻ മൊസാദിൽ ചേരാനായി അപേക്ഷ നൽകി. എന്നാൽ ആ അപേക്ഷ നിരസിക്കപ്പെട്ടു. തുടർന്ന് നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച കോഹൻ അടുത്ത 2 വർഷം ടെല്ലവീവ് ഇൻഷുറൻസ് ഓഫീസിൽ ഫയലിംഗ് ക്ലർക്കായി ജോലി ചെയ്തു. ഇതിനിടെ നാദിയയെ അദ്ദേഹം ജീവിത സഖിയാക്കി. അവർക്ക് 3 കുട്ടികളും ജനിച്ചു. അതിർത്തിയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ സിറിയയിലേക്ക് ഒരു പുതിയ ഏജന്റിനെ നിയോഗിക്കാൻ മൊസാദ് തീരുമാനിച്ചതാണ് കോഹന് പുതിയ വഴി തുറന്നത്. അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു ആ തീരുമാനം. 60കളുടെ തുടക്കത്തിലാണ് മൊസാദ് ഡയറക്ടർ ജനറൽ മിർ അമീദ് സിറിയൻ ഗവൺമെൻറ്റിലേക്ക് നുഴഞ്ഞു കയറാനായി ഒരു ഏജന്റിനെ തിരയാൻ തുടങ്ങിയത്. നിലവിലെ ഏജന്റുമാരാരും അതിന് അനുയോജ്യരല്ലെന്ന് തോന്നിയതിനാൽ മുമ്പ് ഒഴിവാക്കിയ അപേക്ഷകരുടെ ഫയലുകൾ പരിശോധിച്ചു. അതിനിടയിലാണ് കോഹൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സിറിയൻ വേരുകളും ഭാഷാ പരിജ്ഞാനവുമൊക്കെ കോഹന് ഗുണമായി. മൊസാദ് ട്രെയിനിങ് സ്കൂളിൽ 6 മാസത്തെ തീവ്ര പരിശീലനത്തിന് ശേഷം അർജന്റീനിയൻ തലസ്ഥാനമായ ബ്യൂണസ് എയറസിലേക്കാണ് കോഹനെ ആദ്യം അയച്ചത്. പ്രതിരോധ മന്ത്രാലയത്തിൽ ജോലി ലഭിച്ചുവെന്ന് കുടുംബത്തെ ധരിപ്പിച്ചാണ് അദ്ദേഹം ചാരപ്പണിക്ക് പോയത്. കാമൽ അമീൻ താബറ്റ് എന്ന സിറിയൻ വേരുകളുള്ള വ്യവസായിയായാണ് കോഹൻ അർജന്റീനയിൽ കഴിഞ്ഞത്. സിറിയയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന സമ്പന്ന വ്യവസായിയുടെ ഇമേജ് കോഹൻ സമർത്ഥമായി ഉപയോഗിച്ചു. ബ്യൂണസ് ഐറിസിലെ സിറിയൻ സമൂഹവുമായി വേഗത്തിൽ അടുപ്പം സൃഷ്ടിക്കാനും അദ്ദേഹത്തിനായി. വിരുന്നു സൽക്കാരങ്ങൾ നടത്തിയും അത്തരം സൽക്കാരങ്ങളിൽ പങ്കെടുത്തുമൊക്കെ ഉന്നത സിറിയൻ ഉദ്യോഗസ്ഥരുമായും കോഹൻ ബന്ധം സ്ഥാപിച്ചു. അതിനിടെ കൃത്യമായി വിവരങ്ങൾ മൊസാദിന് കൈമാറി. സിറിയൻ സുഹൃത്തുക്കൾ വഴി 1962 ഡമാസ്കസിലേക്ക് പോകാൻ കോഹന് അവസരമൊരുങ്ങി. ബാത്ത് പാർട്ടി നേതൃത്വവുമായി അദ്ദേഹം തന്ത്രപരമായി ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇതിൽ പ്രധാനിയായിരുന്നു അന്ന് സിറിയയുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനായ അമീൻ അൽ ഹാഫിസ്. അതുകൊണ്ട് തന്നെ ഡമാസ്കസിലെത്തിയ കോഹന് മികച്ച സ്വീകരണമാണ് ലഭിച്ചത്. അവിടെയും ഒരു സമ്പന്നന്റെ ജീവിതമാണ് കോഹൻ നയിച്ചത്. വീട്ടിൽ അദ്ദേഹം വലിയ സൽക്കാരങ്ങൾ നടത്തി. ഉന്നതരായ നയതന്ത്ര സൈനിക ഉദ്യോഗസ്ഥർ പലരും കോഹന്റെ ക്ഷണം സ്വീകരിച്ച് ഈ പാർട്ടികൾക്കെത്തി. അതുവഴി അധികാര കേന്ദ്രങ്ങളുമായും ബന്ധം കൂടുതൽ ദൃഢമായി. ഇക്കാലത്തൊന്നും ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് നേരിയ സംശയം പോലും ഉണ്ടായില്ല. സിറിയയുടെ വിലപ്പെട്ട പല സൈനിക രഹസ്യങ്ങളും കോഹന്റെ ചെവിയിലെത്തി. സിറിയയുടെ തന്ത്രപ്രധാന സ്ഥലമായ ഗോലാൻ കുന്നുകൾ പോലും ഇക്കാലത്ത് അദ്ദേഹം സന്ദർശിച്ചു. ഇതിനിടെയാണ് അർജന്റീനയിൽ വെച്ച് പരിചയപ്പെട്ട അമീൻ അൽ ഹാഫിസ് 1963 സിറിയൻ പ്രസിഡന്റ് ആകുന്നത്. ഈ സൗഹൃദം കോഹൻ ശരിക്കും മുതലെടുത്തു. സിറിയൻ രഹസ്യങ്ങൾ നിർബാധം ഇസ്രായേലിലേക്ക് ഒഴുകി. പല കാര്യങ്ങളിലും ഹാഫിസ് കോഹന്റെ ഉപദേശം തേടിയിരുന്നു. കോഹനെ സിറിയയുടെ പ്രതിരോധ മന്ത്രിയാക്കാൻ പോലും ഹാഫിസ് ഇടക്കാലത്ത് ആലോചിച്ചിരുന്നതായാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഒരു ചാരൻ വഴി മൊസാദ് സിറിയയെ രഹസ്യമായി നിയന്ത്രിക്കുന്നതിന് ലോകം സാക്ഷ്യം വഹിച്ചേനെ. 1962 65 ഇടയിൽ കുടുംബത്തെ കാണാൻ 3 തവണ മാത്രമാണ് കോഹൻ ഇസ്രായേലിലേക്ക് എത്തിയിരുന്നത്. 1964 അവസാന സന്ദർശനത്തിൽ ചാരപ്രവർത്തനം അവസാനിപ്പിക്കാൻ കോഹൻ അനുമതി തേടിയെങ്കിലും ഒരു തവണ കൂടി പോകാനായിരുന്നു മൊസാദിന് നിർദ്ദേശം. ചാരപ്രവർത്തനങ്ങളിൽ അതീവ മികവ് പുലർത്തുമ്പോഴും
പല കാര്യങ്ങളിലും അദ്ദേഹം അശ്രദ്ധ പ്രകടിപ്പിക്കുകയും ചെയ്തു. വർഷങ്ങൾ പിന്നിട്ടിട്ടും പിടിക്കപ്പെടാത്തതിൻ്റെ അമിതാത്മവിശ്വാസവും കോഹന് വിനയായി. ടെലിഗ്രാം വഴി ഇസ്രായേലിലേക്ക് അദ്ദേഹം സന്ദേശങ്ങൾ അയച്ചിരുന്നത് എന്നും ഒരു നിശ്ചിത സമയത്തായിരുന്നു. ഒരേ സമയത്ത് തന്നെ സന്ദേശങ്ങൾ അയക്കുന്നത് സംശയത്തിനിടയാക്കുമെന്ന് മൊസാദ് മുന്നറിയിപ്പ് നൽകിയെങ്കിലും കോഹൻ അത് തുടർന്നു. ഒടുവിൽ സിറിയൻ സർക്കാർ ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ടെലിഗ്രാം സന്ദേശം തിരിച്ചറിയുകയും ചെയ്തു. അതിനു മുമ്പ് തന്നെ ഒരു ചാരന്റെ സാന്നിധ്യം സിറിയ സംശയിച്ചിരുന്നു. 1965 ഇസ്രായേലിലേക്ക് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കെയാണ് കോഹനെ സിറിയൻ സൈന്യം അറസ്റ്റ് ചെയ്തത്. പിന്നാലെ സൈനിക കോടതിയിൽ എലി കോഹൻ വിചാരണ ചെയ്യപ്പെട്ടു. അയാൾ ഉയർത്തിയ എല്ലാ പ്രതിരോധവും സിറിയ തള്ളി. ആ വർഷം മെയ് 18 ഡമാസ്കസ് നഗരത്തിൽ 10,000-ലധികം ആളുകൾക്ക് മുമ്പിൽ കോഹനെ പരസ്യമായി തൂക്കിലേറ്റി. പരസ്യ തൂക്കിലേറ്റൽ സിറിയൻ ടെലിവിഷൻ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. തെരുവിൽ 6 മണിക്കൂറോളമാണ് ആ മൃതദേഹം തൂങ്ങി നിന്നത്. ഭൗതികാവശിഷ്ടം വിട്ടുകൊടുക്കണമെന്ന ഇസ്രായേലിൻ്റെയും കോഹന്റെ കുടുംബത്തിൻ്റെയും ആവശ്യം സിറിയ തള്ളി. മൊസാദ് ആ മൃതദേഹാവശിഷ്ടം വീണ്ടെടുക്കുമോ എന്ന് ഭയന്ന് 3 തവണ വിവിധ സ്ഥലങ്ങളിലേക്ക് അത് മാറ്റി സംസ്കരിക്കുകയാണ് സിറിയ ചെയ്തത്. ചാരന്മാർ പിടിക്കപ്പെട്ടാൽ അവരെ സ്വന്തം രാജ്യങ്ങൾ അംഗീകരിക്കാതിരിക്കുന്നത് പലതവണ ലോകം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇസ്രായേൽ വ്യത്യസ്തമാണ്. 2004 കോഹന്റെ ഭൗതികാവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ മൊസാദ് ശ്രമങ്ങൾ വീണ്ടും തുടങ്ങിയത്. 2021 റഷ്യയുടെ മധ്യസ്ഥതയിൽ കോഹന്റെ ഭൗതികാവശേഷിപ്പുകൾ ഇസ്രായേൽ എത്തിക്കാനുള്ള ചർച്ചകളും നടത്തിയിരുന്നു. സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ വീഴ്ചയോടെയാണ് ഇസ്രായേൽ വീണ്ടും കോഹന്റെ ഭൗതികാവശിഷ്ടം വീണ്ടെടുക്കാൻ ശ്രമം തുടങ്ങിയത്. ഒടുവിൽ കോഹന്റെ മരണത്തിന് 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം മൊസാദ് വീണ്ടും ലോകത്തെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന നിരവധി വസ്തുക്കൾ രഹസ്യ ഓപ്പറേഷനിലൂടെ ഇസ്രായേലിൽ തിരിച്ചെത്തിച്ചു. സിറിയൻ ആർക്കൈവ്സിൽ സൂക്ഷിച്ചിരുന്ന 2500-ലേറെ വസ്തുക്കളിൽ ചിലതാണ് ഇസ്രായേൽ വീണ്ടെടുത്തത്. ദേശീയ ഹീറോവായി വാഴ്ത്തപ്പെട്ടെങ്കിലും പിൽക്കാലത്ത് മറവിയിലേക്ക് പോകുമായിരുന്ന ഒരു വ്യക്തിയുടെ അവശേഷിപ്പുകൾ പൂർണ്ണമായി വീണ്ടെടുക്കാനുള്ള ശ്രമം ഇന്നും തുടരുകയാണ് ഇസ്രായേൽ. ചാരപ്രവർത്തനത്തിൽ മൊസാദിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിൽ എലി കോഹന്റെ പങ്ക് ചെറുതല്ല. 1967 നടന്ന മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ ഇസ്രായേലിന് വേഗത്തിൽ വിജയം നേടിയെടുക്കാൻ നിർണായകമായത് കോഹൻ മരണത്തിനു മുമ്പ് കൈമാറിയ വിവരങ്ങളായിരുന്നു. 2019 നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ ഇത് സ്പൈ എന്ന സീരീസ് കോഹനെ പറ്റിയുള്ളതാണ്. രാജ്യത്തിൻ്റെ ഏറ്റവും പ്രശസ്തനായ രഹസ്യാന്വേഷണ ഏജന്റിനെ കുറിച്ച് ഒരിക്കൽ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇങ്ങനെയാണ്: എലി കോഹൻ ഒരു ഇസ്രായേലി ഇതിഹാസമാണ്. അദ്ദേഹത്തെ പോലെ മറ്റാരുമില്ല.